ഹലോ, നമസ്കാരം. എല്ലാവർക്കും അമൃത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രസം ഉണ്ടാക്കിയത് അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്താ അറിയില്ല എന്നൊക്കെ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. രസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയിലയുടെ തണ്ട് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി, 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, കായം പൊടി ആവശ്യത്തിനുള്ള വെള്ളം, 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, ഓരോ ടീസ്പൂൺ വീതം മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമുക്കിനി രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു മൺകലത്തിലാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കലത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് വേവിച്ചത്, പരിപ്പ് നന്നായി കുറേ വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കണം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് താളിക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഫ്ലെയിം ഓൺ ആക്കാം. ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുക് ചേർത്ത് കൊടുക്കാം.
കായപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1 ടീസ്പൂണോളം. കായപ്പൊടിയുടെ സ്മെല്ല് നമ്മുടെ രസം തരുന്നത് രസത്തിന്. എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില രസവും നല്ലൊരു കോമ്പിനേഷനാണ്. മല്ലിയില ഇടുമ്പം രസത്തിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് വരും. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. രസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്നുകൂടെ രസത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.